കൂട്ടുകാരെ, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് സോഷ്യൽ സയൻസ് വേർഡ് ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് എഴുതുന്നത്. ഇന്ന് സാറ് പുതിയ ചാപ്റ്റർ എടുത്തിരുന്നു, 6ാമത്തെ ചാപ്റ്റർ ആയ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ്. അതെ, ഭൂപടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. നമുക്ക് നേരെ അതിന്റെ നോട്ട്സിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഭൂപടം? ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. ഭൂപ്രദേശങ്ങളെ ദ്വിമാന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതിനെയാണ് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് കോൾഡ് എ മാപ്പ്? True representation of the features of the Earth's surface on a two-dimensional plane is called a map. അടുത്ത ചോദ്യം, ഏതെല്ലാം മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഏതെല്ലാം മേഖലകളിലാണ്? ഭൂമിശാസ്ത്ര പഠന മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണ നിർവഹണ മേഖല, ഗതാഗത മേഖല, കാർഷിക മേഖല, വ്യവസായ മേഖല. ഇപ്പൊ ഈ 7 മേഖലയിലും ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. Identify the fields where maps are used. ഏതൊക്കെയാണ്? ലേണിംഗ് ജിയോഗ്രഫി, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി. ഇനി അടുത്തത് സാറ് പറഞ്ഞത്, മേക്ക് എ വേർഡ് വെബ് ഷോയിങ് ദ വേരിയസ് ഫീൽഡ്സ് വെയർ മാപ്സ് ആർ യൂസ്ഡ്. ഒരു പദസൂര്യൻ വരയ്ക്കാനാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ആ പദസൂര്യൻ. ഇപ്പോ മാപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മേഖലകൾ നമുക്ക് നോക്കാം. പ്രതിരോധം, ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ, ഭരണ നിർവഹണ മേഖല, വ്യവസായം, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, സേവന മേഖല, ഭൂമിശാസ്ത്ര പഠന മേഖല, ലേണിംഗ് ജിയോഗ്രഫി, ഗതാഗത മേഖല, ട്രാൻസ്പോർട്ട്, ടൂറിസം, വിനോദസഞ്ചാര മേഖല, അഗ്രികൾച്ചർ, കാർഷിക മേഖല. അടുത്ത ചോദ്യം, നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? Who else other than students and teachers use maps? അതായത് നമ്മൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും അല്ലാതെ വേറെ ആരാണ് നിത്യജീവിതത്തിൽ മാപ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഉത്തരം, വ്യവസായികൾ, ഇൻഡസ്ട്രിയലിസ്റ്റ്, പൈലറ്റുകൾ, പൈലറ്റ്സ്, കപ്പിത്താൻമാർ, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ്, ചരിത്രകാരന്മാർ, ഹിസ്റ്റോറിയൻസ്, വിനോദസഞ്ചാരികൾ, ടൂറിസ്റ്റ്. അടുത്തത് സാറ് ഒരു ടേബിൾ വരയ്ക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കോളത്തില് നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവർ, മാപ്സ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ്. അടുത്തത് ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ, ടൈപ്സ് ഓഫ് മാപ്സ്. അടുത്തത് ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്. അപ്പോ ഈ നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവർ എന്ന കോളത്തിൽ ആദ്യം വരുന്നത് വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ, ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ, അറ്റ്ലസ്, വാൾ മാപ്സ്, ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. അതിന് ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത, ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ മനസ്സിലാക്കാൻ, for understanding the physical and cultural features. അത് കഴിഞ്ഞ് നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവർ എന്ന കോളത്തിൽ വരുന്നത് അധ്യാപകർ, ടീച്ചേഴ്സ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ, ഭൗതിക സാംസ്കാരിക ഭൂപടങ്ങൾ, അറ്റ്ലസ്, വാൾ മാപ്സ്, ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊണ്ട് ക്ലാസ് റൂം വിനിമയം നടത്തുന്നതിന്, ഫോർ ദ ക്ലാസ് റൂം ഇന്ററാക്ഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് മാപ്സ്. അടുത്തത് എന്ന് പറയുന്നത് വ്യവസായികൾ, ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ വിഭവ ഭൂപടങ്ങൾ, കാർഷിക ഭൂപടങ്ങൾ, ധാതു ഭൂപടങ്ങൾ, റിസോഴ്സ് മാപ്സ്, അഗ്രികൾച്ചറൽ മാപ്സ്, മിനറൽ മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മറ്റ് വിഭവങ്ങളുടെയും ലഭ്യതയും
വിതരണവും മനസ്സിലാക്കുന്നതിന്. For understanding the availability and distribution of agricultural products. അടുത്തത് ചരിത്രകാരന്മാർ, ഹിസ്റ്റോറിയൻസ്. ചരിത്ര ഭൂപടങ്ങൾ, അവർ ഈ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ ചരിത്ര ഭൂപടങ്ങൾ, ഹിസ്റ്റോറിക്കൽ മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ടു അണ്ടർസ്റ്റാൻഡ് ഏരിയാസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, ചരിത്രപരമായ പ്രത്യേകതയുള്ള പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നതിന്. അടുത്ത ചോദ്യം, ഹു പ്രിപ്പയർഡ് ദി ഫസ്റ്റ് മാപ്പ്? ആരാണ് ആദ്യത്തെ മാപ്പ് തയ്യാറാക്കിയത്? ആദ്യ ഭൂപടം വരച്ചത് ആരാണ്? ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു. BC 610 ഏഷ്യ മൈനറിലെ മിലേറ്റൈസിലാണ് ഇദ്ദേഹം ജനിച്ചത്. The first map. It is believed that the first map was prepared by the Greek philosopher Anaximander. He was born in Miletus of Asian Minor in 610 BC. ഇനി അടുത്ത ചോദ്യം, ആധുനിക ഭൂപടത്തിന്റെ പിതാവ് ആര്? Who is known as the father of modern cartography? ആരാണ്? അതെ, മെർക്കാറ്റർ. മെർക്കാറ്റർ ആണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയതാര്? Who prepared an atlas by combining many maps? ആരാണ്? അതെ, എബ്രഹാം ഓർട്ടേലിയസ്. അബ്രഹാം ഓർട്ടേലിയസ്. അടുത്ത ചോദ്യം, ഭൂപടശാസ്ത്രം എന്നാൽ എന്ത്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. കാർട്ടേ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടേ എന്നതിന് ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിന് വരയ്ക്കുക എന്നുമാണ് അർത്ഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കാർട്ടോഗ്രാഫി? Cartography is the science of map making. The term cartography was derived from the French words carte and graphic. Carte means map and graphic means drawing. One who prepares map is known as cartographer. അടുത്തത് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ സാർ തന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ആൻസേഴ്സ് ആണ് നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകയോ തിരുത്തലുകൾ വരുത്തുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ഭൂപടങ്ങളുടെ ഉപയോഗം സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക, അതാണ് ചോദ്യം. ഇനി ആദ്യത്തെ കോളത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നവർ, അവരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളെടുത്ത് ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളും ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കപ്പിത്താൻമാർ, ക്യാപ്റ്റൻസ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ നാവിഗേഷൻ മാപ്സ് അല്ലെങ്കിൽ നോട്ടിക്കൽ മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ഷോ ഡെപ്ത്സ് ഓഫ് വാട്ടർ ആൻഡ് ഹൈറ്റ്സ് ഓഫ് ലാൻഡ്, ഡയറക്ഷൻസ് എക്സെട്ര. അടുത്തത് സാമ്പത്തിക വിദഗ്ധർ, എക്കണോമിസ്റ്റ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ റിസോഴ്സ് മാപ്സ് അല്ലെങ്കിൽ എക്കണോമിക് മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത അനലൈസ് റിസോഴ്സസ്. അടുത്തത് എഞ്ചിനീയർമാർ, എഞ്ചിനീയേഴ്സ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടം ടോപ്പോഗ്രാഫിക് മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത വിച്ച് റിഫേഴ്സ് ടു ദ സർഫസ് ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്. അടുത്തത് പട്ടാളക്കാർ, സോൾജിയേഴ്സ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടം ടോപ്പോഗ്രാഫിക് മാപ്സ്. ഇവർ ഈ ഭൂപടം ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത വിച്ച് റിഫേഴ്സ് ടു സർഫസ് ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്. അടുത്തത് ഭരണകർത്താക്കൾ, റൂളിംഗ് ഒഫീഷ്യൽസ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടം അഡ്മിനിസ്ട്രേറ്റീവ് മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ഇറ്റ് വിൽ റെക്കോർഡ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അടുത്തത് കാലാവസ്ഥ ഗവേഷകർ, ക്ലൈമറ്റ് റിസർച്ചേഴ്സ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ മെട്രോളജിക്കൽ മാപ്സ് അല്ലെങ്കിൽ വെതർ മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ടു ഇല്ലുസ്ട്രേറ്റ്
അറ്റ്മോസ്ഫിയറിക് പാറ്റേൺസ്. അടുത്തത് കാർഷിക വിദഗ്ധർ, അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്. ഇവർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ സോയിൽ മാപ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മാപ്സ്. ഇവർ ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ഐഡന്റിഫൈ സോയിൽ ടൈപ്സ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.